ജർമ്മനിയിൽ കോൺട്രാക്ട് വായിക്കാണ്ട് റൂം എടുത്ത് പണി കിട്ടി 2 കൂട്ടരെ പറ്റി പറയാൻ അതിൽ വന്നേ. ജർമ്മനിയിൽ അപ്പോൾ ആദ്യമായിട്ട് വന്നവർ അല്ലെങ്കിൽ റൂം പുതിയതായിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് റീല് മൊത്തം കാണാം. ഇതൊരു 3 പേരെ ഫ്ലാറ്റ് ഷെയറിംഗ് അപ്പാർട്ട്മെന്റ് ആണ്. അതിൽ 3 പേര് നിന്നത് ജർമ്മൻകാരായിരുന്നു. ആദ്യം വർഷങ്ങളായിട്ട് നിന്നവരാണത്. അത് കഴിഞ്ഞ് അതിൽ 2 പേരെ ഒഴിവിലേക്കാണ് എൻ്റെ ഫ്രണ്ട്സ് വന്നത്. ഫ്ലാറ്റ് ഷെയറിംഗ് അപ്പാർട്ട്മെന്റിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് 3 പേര് മാറുന്നില്ലെങ്കിൽ കോൺട്രാക്ട് മാറ്റില്ല. അവർ ജസ്റ്റ് ഒരാൾ മാറി വരാണെങ്കിൽ അയാളുടെ പേര് മാത്രം കോൺട്രാക്റ്റിൽ ആഡ് ചെയ്ത് കയറ്റുള്ളൂ. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് 2 ജർമ്മൻകാർ ഇറങ്ങി. അപ്പോൾ 2 നമ്മുടെ ഫ്രണ്ട്സ് കയറി അവരെ കോൺട്രാക്റ്റിൽ അവരുടെ പേരിൽ ആഡ് ചെയ്ത് കയറ്റി. ഇതുപോലെ പേര് ആഡ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിലുള്ള എല്ലാ കേടുപാടുകൾക്കും നിങ്ങളും കൂടി ഉത്തരവാദിയാണ്. ഇത് ശരിക്കും കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് വായിച്ചു നോക്കാതെയാണ് അവർ കയറിയത്. ലാസ്റ്റത്തെ ജർമ്മൻകാർ അവിടെ നിന്ന് ഇറങ്ങി പുതിയൊരു പെൺകൊച്ചും കൂടി വന്നപ്പോൾ അവരുടെ പേര് ഇതുപോലെ ആഡ് ചെയ്ത് കയറ്റി കോൺട്രാക്റ്റിൽ. ഇതിനുശേഷം ഓണർ പറഞ്ഞു, നിങ്ങൾ 3 പേര് ഇവിടെ നിന്ന് ഇറങ്ങണം, കാരണം ഈ വീട് ഞങ്ങൾ ഇനി ഒരാൾക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഓണർ വോണുംസ് യൂബർഗാബ് എന്ന് വന്നിട്ടൊരു പേപ്പർ കാണിക്കുന്നത്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തിട്ടൊക്കെ കേടുപാടുകളുണ്ട്, എന്തൊക്കെയാണ് റിപ്പയർ ചെയ്ത് കൊടുക്കണ്ടേന്നുള്ളത്. അപ്പോൾ അതിലുണ്ടായ കേടുപാടുകളിൽ കുറച്ചാണ് ഇത്. ഫ്ലോറിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഡോർ ഹാൻഡിൽ ഇളകുണ്ട്, പൈപ്പിന്റെ ഹാൻഡിൽ ഇളകുണ്ട്, പിന്നെ ഡോറിന്റെ ഫ്രെയിമിന്റെ പെയിന്റ് ഒക്കെ പോയി. പിന്നെ പ്രൊഫഷണലി എല്ലാ വീടും കംപ്ലീറ്റ് പെയിന്റ് അടിച്ചിട്ടാണ് ഇറങ്ങാൻ പാടുള്ളൂ. കോൺട്രാക്ട് ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് ഇതെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് ഇവരാണ്. ഇതിൽ പെയിന്റിങ് ഒഴിച്ച് ബാക്കിയെല്ലാം പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചിട്ടാണ് ചെയ്തത്. അവർ തന്നെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കും, എന്നിട്ട് കോഷൻ ഇത് പിടിക്കുന്നു പറഞ്ഞു. ഏകദേശം 2000 യൂറോ ആണ് അവർ നമ്മുടെ നിന്ന് മേടിച്ചത്. ഇതുപോലെ കേടുപാടുള്ള ഫ്ലാറ്റിലാണ് നിങ്ങൾക്ക് റൂം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവായി ശ്രദ്ധിക്കുക. ഇതിൽ കേടുപാടുകളൊക്കെ നിങ്ങൾ ഉത്തരവാദിയാണെന്ന് ചോദിക്കുക. പഴയ കോൺട്രാക്റ്റിലേക്ക് പേര് കയറ്റാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക, എന്നിട്ട് പുതിയ കോൺട്രാക്ട് കിട്ടുമെന്ന് നോക്കുക.